ഭഗവാനെ ധ്യാനിക്കുക. എങ്ങനെ ധ്യാനിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. കാണുന്നതിലെല്ലാം ധ്യാനിക്കുക. ഇതിനൊക്കെ അപ്പുറത്തേക്ക് സമർപ്പണത്തിനെ ആത്മാർത്ഥമാക്കുക. നമ്മൾ വെറുതെ പറയുള്ളൂ ഒക്കെ ഗുരുവായൂരപ്പനാണ്, എന്നാലും നമുക്ക് സംശയമാണ്. എല്ലാം ഗുരുവായൂരപ്പനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തീ ചാടാൻ പറ്റണം. അപ്പോഴേ തീ ചാടിയ ആളെ പിടിക്കുകയുള്ളൂ. അതിനുള്ള ധൈര്യം ആർക്കുമില്ല. കാരണം എൻഡ് ഓഫ് ദ ഡേ മൂപ്പരുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും എല്ലാവർക്കും സംശയമാണ്. ഉറപ്പാണ്, അത് 100%. അതില്ല, ആ സംശയം ഇല്ലായിരുന്നെങ്കിൽ നമ്മളാരും ഒന്നും ശരീരം എടുത്തിട്ട് ഇവിടെ ഇരിക്കില്ലായിരുന്നു. ഈ ശരീരം ഉണ്ടാവാൻ കാരണം കർമ്മം ബാക്കിയുള്ളതുകൊണ്ടാണ് നമ്മൾ ജനിച്ചത്. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കില്ല. അദ്ദേഹം ഉണ്ട് എന്നുള്ള 100% നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഈ ശരീരം ആവശ്യം വരില്ല. അതാണ് ഭഗവാനോടുള്ള ഭക്തി എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഭക്തിയാണ് പ്രധാന മാർഗം. ആ മാർഗത്തിൽ കൂടെ പോകുമ്പോൾ അത് കറക്റ്റായിട്ടാണ് പോകണമെങ്കിൽ താനെ അതിൻ്റെ മക്കളായിട്ട് ജ്ഞാനവും വൈരാഗ്യവും വരും. ജ്ഞാനവും വൈരാഗ്യവും വരാത്ത ഭക്തി അല്ല.